വയലൻസിന്റെ അതിപ്രസരമുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് സെൻസർ ബോർഡ് ഇടപെട്ടില്ല എന്ന ചോദ്യമാണ് സിനിമാ രംഗത്തുള്ളവരും പൊതുസമൂഹവും ഉയർത്തുന്നത്. വയലൻസിന്റെ പേരിൽ വിമർശിക്കപ്പെട്ട മാർക്കോ എന്ന സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കില്ല എന്ന് സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസർ ടി നദീം തുഫൈൽ 24 പറഞ്ഞു. ഇനി മാർക്കോ പോലുള്ള സിനിമ നിർമ്മിക്കില്ല എന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിന്റെയും പ്രതികരണം. അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് വിജയകുമാർ, നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് പോകും മുമ്പ്, അതായത് ഈ സെൻസർ ബോർഡ് ഇവരാണ് ഇത് സെൻസർ ചെയ്ത് വിട്ടത്. അപ്പൊ ഈ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് കൊടുത്താ വിട്ടത് ഈ പടം. അപ്പൊ ഈ പടം ടി വിയിൽ കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ഉള്ള പടം ടെലിവിഷനിൽ കാണിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് പറയുന്നു ഇത് ടെലിവിഷനിൽ പ്രദർശിപ്പിക്കില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലൊക്കെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാം. അത് അറിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ കാണാൻ തിയേറ്ററുകൾ അനുവദിക്കുന്നുവെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. അതെ അതെ, മാത്രമല്ല കുട്ടികളൊക്കെ ഈ സിനിമ കാണുന്നതിന്റെ ദൃശ്യമൊക്കെ പുറത്തു വന്നല്ലോ. അപ്പൊ മാത്രമല്ല എന്തായാലും ഈ അക്രമവാസനയുള്ള അത് പ്രചരിപ്പിക്കുന്ന സിനിമ അല്ലെ അക്രമം സിനിമയിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ സെൻസർ ചെയ്ത് വിട്ട് എ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങൾ ഈ കുടുംബ പ്രേക്ഷകർ കാണുന്ന ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ നിയമം അനുവദിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ഗ്രേഡ് താഴ്ത്തി അത് UA ആക്കാവുന്ന അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ടി വി കാണിക്കാം. പക്ഷെ അങ്ങനെ ആക്കണമെങ്കിൽ ഇതിന്റെ ഉള്ള എല്ലാ കട്ടുകളാണ്. മാത്രമല്ല സെൻസർ ബോർഡ് വീണ്ടും കാണണം, ആ പടം വീണ്ടും കാണണം. അതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ആ റിപ്പോർട്ട് നോക്കാം, അതിലെന്താ പറഞ്ഞിരിക്കുന്നത് കേൾക്കാമല്ലോ. സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിലും യുവാക്കളിലും ഏറിവരുന്ന അക്രമവാസനകളിൽ സിനിമയുടെ സ്വാധീനമുണ്ടെന്ന ചർച്ചകളാണ് ചൂടേറുന്നത്. ഈയിടെ പുറത്തിറങ്ങിയ മാർക്കോ എന്ന സിനിമയെ ചൊല്ലി വയലൻസിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സെൻസർ ബോർഡ് ഉറങ്ങുകയാണോ എന്നാണ് സമീപകാല സിനിമകൾ ചൂണ്ടിക്കാട്ടി സിനിമാ രംഗത്തുള്ളവർ ഉന്നയിക്കുന്ന ചോദ്യം. നടി രഞ്ജിനിയുടെ പ്രതികരണം ഇങ്ങനെ: ഇത്രയ്ക്ക് നമുക്ക് വയലൻസ് കാണിക്കണോ, അതാണ് എന്റെ ചോദ്യം. ബിക്കോസ് ലൈക്ക് മൂവീസ് ലൈക്ക് മാർക്കോസും പിന്നെ RDX, ഈ ടൈറ്റിൽ തന്നെ എങ്ങനെ സെൻസർ ബോർഡ് അലൗ ചെയ്തു? സെൻസർ ബോർഡിന് നേരെയാണ് വിമർശനങ്ങളേറെയും. പ്രദർശനത്തിന് അനുമതി നൽകുന്ന സെൻസർ ബോർഡ് എവിടെയെന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയരുന്നു. മാർക്കോ എന്ന സിനിമ TV-യിൽ പ്രദർശിപ്പിക്കുന്നത് തടയുമെന്ന് സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസർ ടി നദീം തുഫൈൽ 24 പറഞ്ഞു. കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് തന്നിരുന്നത്. എക്സാമിനേഷൻ കമ്മിറ്റി, 5 പേരടങ്ങുന്ന എക്സാമിനേഷൻ കമ്മിറ്റിയാണ് ഫിലിം കാണാറുള്ളത്. ഈ ഫിലിം എക്സാമിൻ ചെയ്യുകയും അതിൽ ഉടനീളം ഉള്ള വയലൻസ് രംഗങ്ങളുടെ കാരണം കൊണ്ട് തന്നെ അത് അത്തരത്തിൽ വീഡിയോ, അതായത് TV സംപ്രേഷണത്തിന് യോഗ്യമല്ല എന്നൊരു റിപ്പോർട്ടാണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഈ കമ്മിറ്റി അയച്ചത്. എന്തുകൊണ്ട് സിനിമ ഇറങ്ങും മുമ്പ് സെൻസർ ബോർഡ് ശ്രദ്ധിച്ചില്ലെന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇനി മാർക്കോ പോലുള്ള സിനിമകൾ നിർമ്മിക്കില്ലെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിന്റെ പ്രതികരണം. അപ്പോൾ ഞങ്ങൾ മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്നാണ് ഫെഫ്കയുടെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഫിലിം ചേംബറിന്റെയും. സെൻസർ ചെയ്ത് നൽകുന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക സ്വാഭാവികമാണെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ പറയുന്നു. വയലൻസ് സിനിമകൾക്ക് കടിഞ്ഞാണിട്ടാൽ അരും കൊലകളും ലഹരി ഉപയോഗവും അവസാനിക്കുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. 24 കൊച്ചി.